ബ്രീത്തിങ്ങിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ അബ്ഡോമിനൽ ബ്രീത്തിങ്, തൊറാസിക് ബ്രീത്തിങ്, ക്ലാവിക്കുലാർ ബ്രീത്തിങ് എന്ന് പറഞ്ഞ് പ്രിപ്പറേറ്ററി പ്രാണായാമ പഠിച്ചു. ഇന്ന് നമ്മൾ ഇത് മൂന്നും കൂടി ഒരുമിച്ച് എങ്ങനെ പരിശീലിക്കാം, ഫുൾ യോഗിക് ബ്രീത്തിങ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. കൈകൾ രണ്ടും മുഷ്ടി ചുരുട്ടി നേവലിന് മുകളിൽ, ഇതിനെ പറയുന്നത് ബ്രഹ്മമുദ്ര എന്നാണ്. ബ്രഹ്മമുദ്രയിൽ ഇരിക്കുക. ശ്വാസം എടുക്കുന്ന സമയത്ത് ആദ്യം വയർ പുറത്തോട്ട് ബൾജ് ചെയ്യുക, ദെൻ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുക, ഷോൾഡർ മുകളിലേക്കും പുറകിലേക്കും. ശ്വാസം വിടുമ്പോൾ വയറകത്തേക്ക്, ചെസ്റ്റ് റിലീസ് ചെയ്യുക ആൻഡ് ഷോൾഡർ റിലീസ് ചെയ്യുക. ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് ആദ്യം വയറ്, പിന്നെ നെഞ്ച്, പിന്നെ ഷോൾഡർ. ശ്വാസം വിടുമ്പോൾ വയർ റിലീസ് ചെയ്യാം, ചെസ്റ്റ് റിലീസ് ചെയ്യാം, ഷോൾഡർ റിലീസ് ചെയ്യാം. ഈ രീതിയിൽ നിങ്ങൾക്ക് 5 തവണയെങ്കിലും വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. പതിയെ പതിയെ അതിൻ്റെ കൗണ്ട് കൂട്ടിക്കൊണ്ടുവരിക. തുടക്കക്കാർക്ക് ക്ലിയർ ആണെന്ന് കരുതുന്നു. ശ്വാസം എടുക്കുമ്പോൾ ആദ്യം വയറ് പുറത്തോട്ടാണ്, ദെൻ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യണം, ശേഷമാണ് ഷോൾഡർ മുകളിലേക്കും പുറകിലേക്കും. ശ്വാസം വിടുമ്പോൾ ആദ്യം വയറാണ് റിലീസ് ചെയ്യേണ്ടത്, ദെൻ ചെസ്റ്റ് റിലീസ് ചെയ്യുക, ഷോൾഡർ റിലീസ് ചെയ്യുക. ഈ രീതിയിൽ നിങ്ങൾക്ക് പരിശീലിക്കാവുന്നതാണ്. ആദ്യം ഒരു 5 കൗണ്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. പതിയെ പതിയെ നിങ്ങൾക്കൊരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ ഫുൾ യോഗിക് ബ്രീത്തിങ് ചെയ്താൽ വളരെ ഉപകാരപ്രദമായിരിക്കും. നിങ്ങളുടെ എനർജി നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ലങ്സിന്റെ കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. നല്ല രീതിയിലുള്ള ഒത്തിരി മാറ്റങ്ങൾ വരുത്താനായിട്ട് ഈ പ്രാണായാമം നിങ്ങളെ സഹായിക്കുന്നതാണ്. പരിശീലിച്ച് നോക്കുക. ഇനി ഇതെന്തിനു വേണ്ടിയിട്ടാണ് മൂന്നും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തത് എന്നുകൂടി പറയാം. അപ്പർ, മിഡിൽ ആൻഡ് ലോവർ 3 ലോബ്സ് ആണ് നമ്മുടെ ലങ്സിലുള്ളതെന്ന് അറിയാമെന്ന് കരുതുന്നു. വയറിന്റെ ശ്വസനം വഴി, വയർ പുറത്തോട്ട് ബൾജ് ചെയ്യുന്നത് വഴി നമ്മുടെ ഡയഫ്രം കുറച്ച് താഴേക്ക് സ്പേസ് കൊടുക്കുകയും ലോവർ ലോബ്സിന് എഫക്റ്റീവായിട്ട് ഫംഗ്ഷൻ ചെയ്യാനായിട്ടും ലോവർ ലോബ്സിലേക്ക് എയർ ഫിൽ ചെയ്യാനായിട്ടും സഹായിക്കുന്നതിനായിട്ടാണ് അബ്ഡോമിനൽ ബ്രീത്തിങ് ചെയ്യുന്നത്. തൊറാസിക് ബ്രീത്തിങ് നമ്മുടെ മിഡ് ലോബ്സിന് വേണ്ടിയിട്ടാണ് എഫക്റ്റീവ് ആവുന്നത് ആൻഡ് അപ്പർ ലോബ്സിന് വേണ്ടിയിട്ടാണ് ക്ലാവിക്കുലാർ ബ്രീത്തിങ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ബ്രീത്തിങ് പാറ്റേൺ കറക്റ്റ് ആക്കാനായിട്ടും ലങ്സിന്റെ കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ടെല്ലാം വളരെ സഹായകരമായിട്ടുള്ള ബിഗിനേഴ്സിന് ചെയ്യാൻ സാധിക്കുന്ന ഒരു പരിശീലനമാണ്. തീർച്ചയായിട്ടും ചെയ്തു നോക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നമസ്തേ.